Hi all, welcome to TOS Academy. So എല്ലാവരും കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ടോസ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിൽ 2020-23 വന്നിരിക്കുന്ന ഈ പറയുന്ന സയൻസ് സബ്ജക്റ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താപ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹീറ്റ് ട്രാൻസ്ഫർ. അല്ലെ, അപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ട് 3 മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ഉള്ളത് അല്ലെ. എന്തൊക്കെയാണ്? ചാലനം കണ്ടക്ഷൻ, സംവഹനം കൺവെക്ഷൻ, വികിരണം റേഡിയേഷൻ. ഓക്കെ, അപ്പൊ ഈ ഓരോ സ്റ്റേറ്റ്മെന്റിലും വായിച്ചിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. ഇതിൽ ഒരെണ്ണം ശരിയാണ്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാലനം, സംവഹനം, വികിരണം എന്നിവയ്ക്ക് മാധ്യമ സാന്നിധ്യം ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്ക് മൂന്നും കോമൺ ആയിട്ട് പറയത്തില്ല, സാന്നിധ്യം ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ വികിരണത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വികിരണ പ്രക്രിയയിൽ നമുക്ക് മാധ്യമത്തിന്റെ ആവശ്യമില്ല അല്ലെ, അവിടെ ചലനം ഒന്നും ആവശ്യമില്ല. അപ്പൊ നോക്കിയേ, വികിരണം, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ചാലനം നടക്കുമ്പോൾ മാധ്യമത്തിന്റെ തന്മാത്രകൾക്ക് സ്ഥാനാന്തര ചലനം സംഭവിക്കുന്നു. അപ്പൊ ചാലനം എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടക്ഷൻ ആണ് അല്ലെ. അപ്പൊ ആക്ച്വലി ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? തന്മാത്രകളുടെ സഞ്ചാരം ഇല്ലാതെ അവയുടെ കമ്പനം മൂലമാണ് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഓക്കെ, അതായത് എന്താണ്? ഈ പാർട്ടിക്കിളിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാതെ തന്നെ എന്താണ് അവ തമ്മിലുള്ള വൈബ്രേഷന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ചാലനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എറർ ആണ്. സംവഹനത്തിൽ മാധ്യമ തന്മാത്രകളുടെ സ്ഥാനാന്തര ചലനം ആവശ്യമില്ല. സംവഹനത്തിൽ ആക്ച്വലി എന്ത് ആവശ്യമുണ്ട്? ഈ തന്മാത്രകളുടെ ചലനം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? ഓപ്ഷൻ ഡി, വികിരണ പ്രക്രിയയിൽ മാധ്യമ സാന്നിധ്യമോ അവയുടെ തന്മാത്രാ ചലനമോ ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യുഗ്ലിനോയിഡുകൾ പോലുള്ള ആൽഗകൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഏതിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? യൂണിസെല്ലുലാർ ആൽഗെ ലൈക്ക് യുഗ്ലിനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? നമുക്കറിയാം മൊനീറ, പ്രൊട്ടിസ്റ്റ, പ്രോട്ടോസോവ, സ്പോറോസോവാസ് എന്നൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതിൽ തന്നെ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓരോ കാറ്റഗറിയും അതിന്റെ എക്സാമ്പിളുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരിക? പ്രോട്ടിസ്റ്റയുടെ കാറ്റഗറിയിലാണ് യുഗ്ലിനോയിഡുകൾ വരിക കേട്ടോ. യുഗ്ലിനോയിഡ്സ് പോലുള്ള ആൽഗകൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പൊ ഓരോ കാറ്റഗറിയും അതിന്റെ പ്രത്യേകതകളും ഒന്ന് നോട്ട് ചെയ്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അല്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം 5 കിങ്ഡം, ഓരോ കിങ്ഡം ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്, അത് ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് പഠിക്കണം. പ്രത്യേകിച്ച് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ വരും, ഏതൊക്കെ കാറ്റഗറീസ്, അതിൽ എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക എന്നുള്ളതും കൂടെ ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കുന്ന മൊത്തം ന്യൂക്ലിയസുകളുടെ എണ്ണം എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ടേക്കിംഗ് പാർട്ട് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻസർ 5 ആണ് വരുന്നത് കേട്ടോ. 5 ന്യൂക്ലിയസുകളാണ്. എന്താണ്? മെയിൽ ഗമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡൈപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഡൈപ്ലോയിഡ് അല്ലെ, സൈഗോട്ട് ഉണ്ടാക്കും. ഇനി അതർ മെയിൽ ഗാമേറ്റ് ഒരു സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ട്രൈപ്ലോയിഡ് എൻഡോസ്പേമും ഉണ്ടാകും. അങ്ങനെ ആ ഡൈപ്ലോയിഡും ട്രൈപ്ലോയിഡും കൂടെ ചേർന്ന് മൊത്തം 5 എന്താണ് വരുന്നത്? ന്യൂക്ലിയൈ ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ. ഇത്ര ഡീപ്പായിട്ടൊന്നും പഠിക്കണം എന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് നോക്കി വെക്കുക. എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഡബിൾ ഫെർട്ടിലൈസേഷനിൽ മൊത്തം 5 ന്യൂക്ലിയസുകളുടെ മൊത്തം ഒരു പ്രോസസ്സിൽ 5 ന്യൂക്ലിയസുകളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, 5 എന്നാണ് ആൻസർ വരുന്നത്. 5 ആണ്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ബേസിക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് ഈ രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ചെറിയൊരു പാറ്റേൺ ചേഞ്ചും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കുക, ഒരു വ്യക്തി എയിൽ നിന്നും ബിയിലേക്ക്, കണ്ടോ, എയിൽ നിന്നും
എയിൽ നിന്നും ബിയിലൂടെ സിയിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ രണ്ട് സാഹചര്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് അനുബന്ധമായി ചേർത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാം. അപ്പൊ എന്താണ്, ഒരാള് എന്ന് ബിന്ന് സിയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന കൺസെപ്റ്റിനെ വെച്ചിട്ട് ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, ചിത്രം 1 പ്രകാരമുള്ള, അപ്പം ടോട്ടൽ നോക്കാം, ഫിഗർ 1 അല്ലെ, ഫിഗർ 1നെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എയിൽ നിന്ന് സിയിലേക്കാണല്ലോ, അപ്പൊ എത്ര വരും? 60 + 40, 60 + 40, അപ്പം അതായത് 100 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് വരിക. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ വരിക എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് സിയിലേക്ക് 80 മീറ്റർ ആണ്. അത് ഫിഗർ 1 ആണ്. ഇനി ഫിഗർ 2 പ്രകാരം എന്തായിരിക്കും നോക്കാം. എയിൽ നിന്ന് ബിയിൽ നിന്ന് ഫിഗർ 2 ഇതാണ് കേട്ടോ. ഫിഗർ 2-ല് എയിൽ നിന്ന് സിയിലേക്ക് അല്ലെ, അതെന്ന് പറയുമ്പോൾ ടോട്ടൽ 60 ടു എത്ര വരും? എയിൽ നിന്ന് ബിയിലേക്ക് 60, ബിയിൽ നിന്ന് സിയിലേക്ക് 40. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അവിടെയും എന്ത് തന്നെയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം, ചിത്രം 1 പ്രകാരമുള്ള ദൂരം എന്ന് പറയുന്നത് ചിത്രം 2 പ്രകാരമുള്ള ദൂരം അത് കുറവാണോ കൂടുതലാണോ അല്ലെ? അപ്പം ഇവിടെ ആക്ച്വലി ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ചിത്രം 1 പ്രകാരമുള്ള ദൂരം, രണ്ടിന്റെയും ദൂരം സെയിം ആണ് അല്ലെ. അപ്പം ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ശരിയായത് തിരഞ്ഞെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ചിത്രം 1 പ്രകാരമുള്ള ദൂരം കൂടുതലാണ്, ഇത് തെറ്റാണ് അല്ലെ. രണ്ടിന്റെയും ദൂരം കറക്റ്റ് ആണ് എയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ അല്ലെ. അടുത്തത്, ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം, ഇതിന്റെ സ്ഥാനാന്തരം എന്താ? എയിൽ നിന്ന് സിയിലേക്ക് വരുമ്പം 80 മീറ്റർ ആണ്. ഇവിടെ ആക്ച്വലി എയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എത്ര തന്നെയാണ്? 100 തന്നെയാണ്. കണ്ടോ, 100 തന്നെയാണ്. കാരണം എന്താണ്? എയിൽ നിന്ന് സിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് പാത്ത് ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ നോക്കിയേ, ഫിഗർ 1 പ്രകാരമുള്ള സ്ഥാനാന്തരം, ഫിഗർ 1ന്റെ ഡിസ്പ്ലേസ്മെന്റ് 80 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഫിഗർ 2 മൂലമുള്ള സ്ഥാനം. അപ്പൊ റൈറ്റ് ആൻസർ അല്ലെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത ഓപ്ഷൻ നോക്കുക, ചിത്രം 1 പ്രകാരമുള്ള സ്ഥാനാന്തരം എത്രയാണ്? 80 കൂടുതലാണെന്നാണ്. അപ്പൊ എറർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. അപ്പൊ ഇത്തരം കൺഫ്യൂഷൻസ് നിങ്ങൾ ആദ്യമേ എന്താണ് വേണ്ടതെന്നുള്ളത് ഇതേപോലെ എഴുതി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ഒഴിവാക്കി ആൻസർ സെലക്ട് ചെയ്യാൻ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ദ്രവീകരണം എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന അവസ്ഥാ മാറ്റങ്ങൾ ഏവയാണ്? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇപ്പൊ ചിലവർക്ക് മലയാളം, ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾ പ്രൊഫിഷ്യന്റ് ആയിട്ടുള്ളത് ആ ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക കേട്ടോ. അപ്പൊ ചിലപ്പോൾ മലയാളം നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും, ദ്രവീകരണം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, എന്താണ്? ലിക്വിഫാക്ഷൻ ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, which among the following phase transitions may be referred to as liquefaction? liquefaction എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും മൂന്നായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഇങ്ങനെ 3 ഫോം ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും അല്ലെ. എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. അപ്പൊ അത് രണ്ട് രീതിയിൽ വരാൻ പറ്റും അല്ലെ. എങ്ങനെ വരാൻ പറ്റും? ഒരു സോളിഡിന് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഒരു ഗ്യാസിന് ലിക്വിഡ് ആവാം അല്ലെ. ഈ രണ്ട് പ്രോസസ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം സോളിഡ് ലിക്വിഡ് ആകുന്നതാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. മെൽറ്റിംഗ്, സോളിഡ് ലിക്വിഡ് ആവുന്നതാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് ലിക്വിഡ് ആകുന്നതാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോസസ്സും ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏതൊക്കെയാണ് നമുക്ക് ലിക്വിഫാക്ഷൻ എന്ന് പറയാൻ പറ്റുക. അപ്പൊ എൻഡ് പ്രൊഡക്റ്റ് ലിക്വിഡ് ആയിരിക്കും, ടു ലിക്വിഡ് ടു ലിക്വിഡ്. അപ്പൊ ഓപ്ഷൻ 1 ഉം 3, ഗ്യാസ് ടു ലിക്വിഡ്, സോളിഡ് ടു ലിക്വിഡ്. അപ്പൊ ഓപ്ഷൻ 1 and 3, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ സ്പോട്ട് ഔട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വായിച്ചു നോക്കാം. ഒരു ടവറിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടുന്ന 162 ഗ്രാം മാസ് ഉള്ള ഒരു ക്രിക്കറ്റ് ബോള് 3 സെക്കൻഡിൽ നിലത്ത് എത്തിച്ചേരുന്നു. അത് നിലത്ത് തട്ടുമ്പോഴുള്ള പ്രവേഗം 30 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ ത്വരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 ഇക്വേഷൻ അറിയാം. S = ut + ½ at².
അല്ലെ? ഇനി വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 അല്ലെ? അപ്പൊ നോക്കിയേ, ഇവിടെ എസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എസ് തന്നിട്ടുണ്ടോ? ഒരു ടവറിന് മുകളിൽ നിന്നും താഴേക്ക് ഇടുന്ന 162 ഗ്രാം മാസ് ഉള്ള ഒരു ക്രിക്കറ്റ് ബോൾ. അപ്പൊ ആ മാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ജസ്റ്റ് കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ 3 സെക്കൻഡിൽ നിലത്തെത്തുന്നു. അപ്പൊ ടൈം തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പൊ ടൈം തന്നിട്ടുള്ളതുകൊണ്ട് ഈ ഇക്വേഷൻ വേണ്ട, ഇനി ഇത് രണ്ടും എടുക്കാം അല്ലെ? അപ്പൊ ഇത് രണ്ടും എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്സിലറേഷൻ കണ്ടാൽ മതി, ഹൈറ്റ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എടുക്കുന്ന ഇക്വേഷൻ v is equal to u plus 80 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ടവറിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടുക എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ആൻഡ് ഫൈനൽ വെലോസിറ്റി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 30 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? ഇനി എന്താണ്, നമുക്ക് ആക്സിലറേഷൻ കണ്ടാൽ മതി. ടൈമും ഈസ് ഓൾസോ ഗിവൺ. ടൈം എത്രയാണ്? ടൈം ഇസ് ഈക്വൽ ടു 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്. സോ v is equal to u plus 80 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 30 is equal to 0 plus a into t, which is 3 second. That is 30 is equal to 3a and 30 by 3 is equal to acceleration a, which is 10 meter per second. Option A ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്? അപ്പോൾ ഇക്വേഷൻസ് ഏതെടുക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ചിലപ്പോൾ അതിനകത്ത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അത് ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾക്കുള്ള ഒരു മനസാന്നിധ്യം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത കെമിസ്ട്രിയുടെ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നൽകിയിട്ടുള്ള രാസസമവാക്യം നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. Mg+2HCl gives MgCl2 plus H2 plus heat അല്ലെ? ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം ഇതെന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണോ, എൻഡോതെർമിക് ആണോ, എൻഡോഎർജിക് റിയാക്ഷൻ ആണോ, എനർജി ചേഞ്ച് ഇൻവോൾവ് ചെയ്യാത്ത റിയാക്ഷൻ ആണോ? അപ്പൊ വളരെ എളുപ്പമാണ് അല്ലെ? പ്ലസ് ഹീറ്റ് എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു താപമോചകം, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ? അപ്പൊ നോക്കുക, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു റിയാക്ടന്റെ ഭാഗത്താണ് ഹീറ്റ് കൊടുത്തിരിക്കുന്നതിൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു എൻഡോതെർമിക് ആണ് അല്ലെ? അതായത് താപശോഷകം, അതായത് അതിന് എനർജി, ആ ഒരു ഹീറ്റ് വേണം ആ റിയാക്ഷൻ നടക്കാൻ. താപമോചകം അല്ലെങ്കിൽ എക്സോതെർമിക് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ നോക്കുക, അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ടഫ് ആയിട്ടുള്ളതല്ല, പക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു ചിന്തയോട് കൂടി ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ചന്ദ്രയാൻ 3നെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയാനെ കുറിച്ച് നിങ്ങൾ ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട എക്സാമുകൾക്കൊക്കെ ചന്ദ്രയാൻ 3നെ കുറിച്ച് പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ചന്ദ്രയാൻ 3യുടെ കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ചന്ദ്രയാൻ 3യുടെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് ലോഞ്ച് ചെയ്ത ദിവസം എന്ന് പറയുന്നത് എന്താണ്? 14th July 2023. ഓക്കെ, 14 ജൂലൈ ആണ് കേട്ടോ. 14 ജൂലൈ 2023 ചന്ദ്രയാൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടുന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ് കേട്ടോ. ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ഇനി ഏതിലാണ് നമ്മുടെ ചോദ്യം എന്താണ്? വിക്ഷേപത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണെന്നാണ് അല്ലെ? അപ്പൊ വിക്ഷേപണത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? വിക്ഷേപണത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് എന്ന് പറയുന്നത് LVM-3 ആണ് കേട്ടോ. ലോഞ്ചിങ് വെഹിക്കിൾ മാർക്ക് 3 LVM-3 M4 ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത്, റോക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ലോഞ്ച് ചെയ്ത ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായി പട്ടികകൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, വിവരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന കുട്ടിയിൽ വികസിക്കുന്ന അടിസ്ഥാന പ്രക്രിയാശേഷി ഏതാണ്? അപ്പൊ ആക്ച്വലി എന്താണ് ഇതൊരു കുറെ കാര്യങ്ങളുണ്ടല്ലോ ആ കുട്ടിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ കുട്ടികളിലുള്ളത് നിങ്ങൾ ഓർക്കുക, ആശയവിനിമയമാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സ്കില്ലാണ്. കാരണം എന്താണ്, നോക്കുക, ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് പട്ടികകൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, വിവരണങ്ങൾ എന്നിവയൊക്കെ തയ്യാറാക്കണം. അപ്പൊ ആ കുട്ടിക്ക് ബേസിക് ആയിട്ട് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അടുത്ത നോക്കുക, അധ്യാപകർക്ക് പഠനാസൂത്രണത്തിന് കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്താനും സഹായിക്കുന്ന ഒരു പഠന തന്ത്രമാണ് കൺസെപ്റ്റ് മാപ്പ് ആണ് കേട്ടോ. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റ് അല്ല, ക്രിയാ ഗവേഷണം, ആക്ഷൻ റിസർച്ച് അല്ല, ബ്രെയിൻ. അപ്പൊ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷണൽ എലിമിനേറ്റ് ചെയ്യുന്ന രീതി സ്വീകരിച്ചിട്ട് ഇതിൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്, ആശയപടം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ.